പന്തീരങ്കാവ് നവവധു വധശ്രമ കേസിൽ വ്യക്തിഹത്യ ആരോപിച്ച് മുഖ്യപ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മയും സഹോദരിയും പരാതി നൽകി. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനുമാണ് പരാതി നൽകിയത്. അതേസമയം കേസിൽ പ്രതിയായ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ഒളിവിലാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘ്ന മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേഘ്ന, ഈ പരാതിയിൽ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ശ്രുതി, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി ചേർക്കപ്പെട്ടവരാണ് ഈ മുഖ്യപ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മയും സഹോദരിയും. ഇപ്പോൾ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് അടക്കം നൽകി അന്വേഷണ സംഘം ഇവരെ ഏതൊക്കെ വകുപ്പുകൾ ചേർത്ത് പ്രതി ചേർക്കണമെന്നുള്ള ഒരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തിഹത്യ എന്നുള്ള ഒരു ആരോപണവുമായിട്ട് അമ്മയും സഹോദരിയും രംഗത്ത് വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ആരോഗ്യ കാരണങ്ങളാൽ ഈ അമ്മയും സഹോദരിയും ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വീടടക്കം പൂട്ടിപ്പോയി. മാത്രമല്ല, ഇവർക്ക് വസ്ത്രങ്ങളൊന്നും അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. ഇതൊക്കെയാണ് അവർ ഒരു ആരോപണമായിട്ടും ഒരു വ്യക്തിഹത്യ എന്ന രീതിയിലേക്കും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന് പറയുന്നത്, ഇവർ മുന്നേ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് തന്നെ അതിൽ വിശദീകരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇവർ പങ്കാളികളല്ല. മാത്രമല്ല, ഇവർക്ക് ഇങ്ങനൊരു വിഷയം വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ധൃതി പിടിച്ച് ഇതിൽ പ്രതി ചേർക്കാൻ വേണ്ടി, അമ്മയും സഹോദരിയും പ്രതി ചേർക്കാൻ വേണ്ടി എന്നുള്ള ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, മാധ്യമങ്ങളിലടക്കം അവർ ചെയ്യാത്ത തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ വന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണത്തിന്റെ പുറത്താണ്, ആ ഒരു ന്യായീകരണത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇവർ വനിതാ കമ്മീഷനെയും മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചിരിക്കുന്നത്, അവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മുന്നേ തന്നെ ഇവർക്ക് ചോദ്യം ചെയ്യലിനടക്കമുള്ള നോട്ടീസുകളടക്കം അന്വേഷണ സംഘം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതുവരെ ഹാജരായിട്ടില്ല. മാത്രമല്ല, മുൻകൂർ ജാമ്യ ഹർജിയും കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുന്നത് ഈ മാസം 27 മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ്, ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ പി ഗോപാലിനെ സഹായിച്ച പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശരത് ലാൽ ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇതുവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരായിട്ടില്ല. കേസിലെ 5ാം പ്രതിയാണ് ശരത് ലാൽ. ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇന്നലെ തന്നെ ശരത് ലാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മുൻകൂർ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് പരിഗണിക്കുന്നതും പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തൊരു സാഹചര്യത്തിൽ ഇത് പരിഗണിക്കുന്നത് ഈ മാസം 31 മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രാഹുൽ പി ഗോപാലിനെ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഊർജിതമായി നടക്കുകയാണ്. ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയാണ് അന്വേഷണം നടക്കുന്നത്. ഇതും കുറച്ച് അറസ്റ്റ് അടക്കം നീളാൻ തന്നെയാണ് സാധ്യത. ശ്രുതി. വ്യക്തമാണ്. പന്തീരങ്കാവ് നവവധു വധശ്രമ കേസിൽ വ്യക്തിഹത്യ ആരോപിച്ച് രാഹുലിന്റെ അമ്മയും സഹോദരിയും പരാതി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് മേഘന മുരളി നൽകിയത്.